എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PNC മേക്ക് PSC നഴ്സിംഗിൻ്റെ 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തു. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 8-ാം തീയതി 5 മണി വരെയാണ് സമയം. സോ ആ ടൈമിനുള്ളിൽ എന്ത് ചെയ്യുക, ടോക്കൺ ഫീ പേ ചെയ്യുക. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 9-ാം തീയതി 5 മണി വരെയാണ്. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, എല്ലാവരും കോളേജിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും ഒന്ന് ഉദ്ദേശിച്ചത് ഈ 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് കിട്ടിയവർ എന്ത് ചെയ്യുക, ആ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണം. ടോക്കൺ ഫീ നേരത്തെ അടച്ചവർ എന്ത് ചെയ്യേണ്ട, വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതായിട്ടാണ് 4ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജ് കിട്ടിയെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ അടച്ച് കിട്ടിയ കോളേജിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. പിന്നെ PNC മേക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങളിപ്പോൾ 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു കോളേജിൽ ജോയിൻ ചെയ്താൽ എന്താണ്, നിങ്ങൾക്ക് ഫർദർ അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ബിക്കോസ് എന്താണ്, നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്താൽ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ്, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പെർമനൻ്റ് ആവുകയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ PNC മേക്കിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. സോ ഈ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ 4th അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ ഇൻഡെക്സ് മാർക്കിലുള്ള കാൻഡിഡേറ്റ്സിനെ ഏതൊക്കെ കോളേജസിൽ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹോം സ്ക്രീനിൽ എന്താണ് ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് 4th അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എടുത്ത കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസും അവിടെ ലാസ്റ്റ് എടുത്ത ഇൻഡെക്സും കോളേജസും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഓരോ കോളേജസിലും എത്ര കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്, ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ്, കോളേജിൻ്റെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. സോ 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുതൽ അങ്ങോട്ട് നടക്കാൻ പോകുന്ന അലോട്ട്മെൻറ്റ്സ് എല്ലാം വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാനുള്ള അലോട്ട്മെൻറ്റ്സ് ആണെന്ന് നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് എല്ലാവരും അത് ഓർമ്മിച്ച് വെച്ചേക്കുക. വേക്കൻറ്റ് സീറ്റ്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയാണ് 4th മുതൽ അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ്സ് നടക്കുന്നത്. വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ആവുന്നത് വരെ ഇനി PNC മേക്കിൽ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ്സ് നടക്കും. 4th അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത സ്ഥിതിക്ക് അടുത്ത് എന്താണ് കോളേജ് ജോയിനിങ് നോൺ ജോയിനിങ് സ്റ്റുഡൻസിൻ്റെ എന്ത് ചെയ്യും, ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അതായത് കോളേജിൽ ജോയിൻ ചെയ്തവരുടെയും കോളേജിൽ ജോയിൻ ചെയ്യാത്തവരുടെയും ലിസ്റ്റ്. ദാറ്റ് മീൻസ് എന്താണ്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ചെയ്തവരുടെ ലിസ്റ്റും കോളേജിൽ ജോയിൻ ചെയ്യാത്തവരുടെയും ലിസ്റ്റും എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. കോളേജ് ജോയിനിങ്ങിൻ്റെ സമയം കഴിഞ്ഞ് ആ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അടുത്ത 5ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യാൻ, കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ. അപ്പോൾ അതിലെന്താണ് സീറ്റ് വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് പറ്റും. സീറ്റ് വേക്കൻസി എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ നേരത്തെ വീഡിയോസിൽ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് കാണാത്തവർ ആ വീഡിയോസ് പോയി കണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. കോളേജ് ജോയിൻറ്റ് അല്ലെങ്കിൽ നോൺ ജോയിൻറ്റ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിൽ വേക്കൻറ്റ് സീറ്റ്സ് ഒക്കെ മനസ്സിലാക്കി, അതായത് ജോയിൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ എന്താണ്, ആ കോളേജിൽ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. നോട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല. സോ നോട്ട് ജോയിൻറ്റ് എന്ന് കാണിക്കുന്ന സീറ്റ്സ് ഒക്കെ എന്താണ്, വേക്കൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ അടുത്ത അലോട്ട്മെൻറ്റ്, അതായത് 5ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ 12-ാം തീയതി 5 മണി വരെയാണ് ടൈം. സോ ആ ടൈമിനുള്ളിൽ എന്ത് ചെയ്യുക, എല്ലാവരും കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. നേരത്തെ അലോട്ട്മെൻറ്റുകളിൽ കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് എന്താണ്, ഈ അലോട്ട്മെൻറ്റ്സിലും ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിലും എന്താണ്, അങ്ങനെയുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അവസാനം എടുത്ത ഇൻഡെക്സ് എന്ന് പറയുന്നത് 417 ആണ്. അതായത് 417 ആണ് ഇൻഡെക്സ് എടുത്തിരിക്കുന്നത് 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 417 ആണ് കോളേജസിലെ അവസാനം എടുത്ത ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും എടുത്ത ഇൻഡെക്സിനേക്കാൾ എന്താണ്, ഇത് ഡിഫറൻ്റ് ആണ്. ഇത് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഇൻഡെക്സ് 417 ആയിട്ടുണ്ട്. സോ 5th അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഒക്ടോബർ 12-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ പുതിയതായിട്ടാണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. 4ാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ ഇനി അങ്ങോട്ട് എത്ര അലോട്ട്മെൻറ്റ്സ് നടക്കുന്നുവോ ആ അലോട്ട്മെൻറ്റ്സിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, കൺസിഡർ ചെയ്യത്തില്ല. നിങ്ങളെല്ലാവരും പുതിയ കോളേജ് ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. കോളേജിൽ ക്ലാസ്സൊക്കെ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ആവുന്നത്. സോ 4th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് 417 ആണ്. സോ എന്താണ്, അടുത്ത് വരുന്ന അലോട്ട്മെൻറ്റ്സിൽ എന്താണ്, ഇതിലും ഇൻഡെക്സ് കുറയാനുള്ള ചാൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ അലോട്ട്മെൻറ്റിൽ എന്താണ്, ഇൻഡെക്സ് 417 വരെ എടുത്ത സ്ഥിതിക്ക് എന്താണ്, നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇതിലും കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ 3rd അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തില്ല, 4th അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കോളേജിൽ എന്ത് ചെയ്യണം, തീർച്ചയായും ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ എന്ത് ചെയ്യും, സീറ്റ് നഷ്ടപ്പെടും. സോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എന്താണ്, കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുന്നത് റിസ്ക് ആണ്. ഇനി അടുത്ത് എത്ര അലോട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. 5th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് പുതിയതായിട്ട് ഒന്നേന്ന് നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.